ഇവിടെ ഉണ്ട്. ഇവിടെ കൊണ്ടുവന്ന് ആരെ ആയിരിക്കല്ലേ എവിടെ ആയിരുന്നു? സന്തോഷം തോന്നുന്ന ഒരു ദിനമാണിന്ന്. ഞാൻ ഒരുപാട് വേദികളിൽ ഈ ചാരിറ്റി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ ഇന്ന് നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം നാട്ടിൽ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു കാര്യമെന്ന് ഞാൻ പറയുമ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. കാര്യം ഞങ്ങൾ ചെയ്ത ആ പ്രവൃത്തി അർഹതപ്പെട്ട കൈകളിലാണ് എത്തിയതെന്നറിയുമ്പോൾ മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നു. കാര്യം ചാരിറ്റി പ്രവർത്തനം കഴിഞ്ഞ ഒരു 10-40 വർഷമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിലേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കാൻ മനസ്സുള്ള ആൾക്കാരുണ്ടെങ്കിലും അർഹതപ്പെട്ടവരെ കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ വിഷമം പിടിച്ച ഒരു പ്രശ്നമാണ്. അത് നിങ്ങൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ അറിയുള്ളൂ. നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ അറിഞ്ഞ് കേട്ട് ചെന്ന് ഇടപെടുമ്പോഴായിരിക്കും അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പല ബുദ്ധിമുട്ടുകളിൽപ്പെട്ട ഒരാൾ കൂടെയാണ് സഹായം ചെയ്തതിൻ്റെ പേര്. അപ്പോൾ അർഹതപ്പെട്ട ഒരു കൈകളിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് അതാണ് ഒരു പ്രധാന കാര്യം. അത് തന്നെ ഇവിടെ ആ അർഹതപ്പെട്ട കൈകളിൽ എത്തിച്ചേരാനായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഒക്കെ ഞങ്ങളെ സഹായിച്ചിരുന്നു. അപ്പോൾ അത് ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത്, ഞാൻ ഉണ്ണികൃഷ്ണൻ നിൽക്കുന്നത് നിറഞ്ഞ സ്വാഭിമാനത്തോടു കൂടി ആണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഉണ്ണിയമ്മൻ ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ഒരു സഹായം ചെയ്യുമ്പോൾ അത് അർഹതപ്പെട്ട കൈകളിൽ എത്തിച്ചു നിർബന്ധമാണ്. അതാണ് ശരി. ഇന്ന് ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഞാൻ കണ്ടത് എൻ്റെ കുട്ടിക്കാലമായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ദർശിക്കുവാൻ കാരണമായത് നമ്മുടെ സാക്ഷി ടിവിയുടെ ഗോപയണ്ണൻ മുഖാന്തരമാണ്. ഗോപയണ്ണന്റെ സാക്ഷി ടി വി എന്ന പ്രാദേശിക ചാനലിൽ വന്ന ഒരു വാർത്ത കണ്ടിട്ട് ഉണ്ണിയണ്ണൻ എന്നെ വിളിക്കുകയും എന്നോട് ആരാഞ്ഞു, ജിയാറെ ഇതൊന്ന് അന്വേഷിക്കൂ, ഇത് ഏതാണ് ഈ കുട്ടികൾ, എന്താണ് ഇത്. അതിനു മുൻപ് തന്നെ ഞങ്ങൾ രണ്ടുപേരും വിമുക്ത ഭടന്മാരായതുകൊണ്ട് ഞങ്ങളുടെ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചടയമംഗലം യൂണിറ്റിന്റെ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലും ഉണ്ണിയണ്ണന്റെ പേഴ്സണൽ വാട്സപ്പിലും ഇതേ മെസ്സേജ്, ഇതേ ചാനലിൽ വന്ന വാർത്ത ഞാൻ ഫോർവേഡ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ണിയണ്ണനോട് ചോദിച്ചു, അണ്ണാ ഇതല്ലേ അണ്ണൻ പറഞ്ഞ കേസ് എന്ന് പറയുകയും അതെ എന്ന് ഉണ്ണിയണ്ണൻ മറുപടി തന്നിട്ട് എന്നോട് ഉണ്ണിയണ്ണൻ പറഞ്ഞു, ജിയാറെ അതിനെപ്പറ്റി നമുക്കൊന്ന് അന്വേഷിക്കണമല്ലോ. ഞാൻ പറഞ്ഞു ശരി, അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ചാനലിലെ വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. ആ വാർത്തയിൽ നിറഞ്ഞു നിന്നത് നമ്മുടെ ബാബുരാജ് മാത്രമാണ്, നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള ബാബുരാജ് മാത്രമാണ്. അങ്ങനെ ഞാൻ ബാബുരാജിനെ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ തിരക്കി. എന്താണ് അവർ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സഹായത്തിന് അർഹരാണോ എന്ന് ബാബുരാജിനോട് ചോദിച്ചപ്പോൾ ബാബുരാജ് പറഞ്ഞു അതെ തീർച്ചയായും. അങ്ങനെ ഞാനും ഉണ്ണിയണ്ണനും കൂടി ചേർന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ മിനി സുനിലിനെയും വിളിച്ച് ബാബുരാജിനെയും വിളിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ പിറ്റേന്ന് തന്നെ അവരുടെ രണ്ടുപേരുടെ അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് ഞങ്ങൾ ആ ഭവനത്തിൽ എത്തുകയും ശരിക്കും ആ ഭവനത്തിൽ എത്തിപ്പെടുക എന്നുള്ളത് തന്നെ ഇറ്റ്സ് എ ഹെർക്കൂലിയൻ ടാസ്ക്. പെൺകുഞ്ഞുങ്ങൾക്ക് ഒരു ഭവനം എന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി കാര്യം നടന്നതിൻ്റെ ഒരു സന്തോഷവും അതുപോലെ അതിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നു ഈ വിഷയം ബഹുമാനപ്പെട്ട ഇതിൻ്റെ സെക്രട്ടറി, അതുപോലെ പ്രസിഡന്റ്, അതുപോലെ നമ്മുടെ രാമേന്ദ്രന്, അങ്ങനെ പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ ഒഫീഷ്യലായിട്ട് പറയുന്നതിന് കൂടുതൽ അപ്പോൾ രാമേന്ദ്രനടക്കം എന്നെയും സമീപിച്ചു. എനിക്ക് തോന്നുന്നു എവരുടെ തന്നെ ഒരു പരിപാടിയുടെ ഭാഗമായി ആ പരിപാടി റാലി ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചടയമംഗലം ജംഗ്ഷനിൽ വെച്ചിട്ട് ഈ വിഷയം എന്നോട് അവതരിപ്പിക്കുകയും ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും, കുട്ടികളെ രണ്ടുപേരെയും നേരത്തെ എനിക്ക് അറിയാവുന്നതാണ്, എൻ്റെ വാർഡിൻ്റെ പ്രദേശത്തുള്ളതാണ്, നമ്മളുമായി കൂടുതൽ അടുത്ത് ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ തന്നെ ഞാൻ ഇവരോട് പറയുകയും അങ്ങനെ എന്തെങ്കിലും ആ വീടിന് വേണ്ടി, ആ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്താൽ ഏറ്റവും വലിയ കാര്യമായിരിക്കും എന്നുള്ളത് ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ അവർകളെയും അതുപോലെ രാമേന്ദ്രൻ്റെ അടുത്തും പറയുകയും ചെയ്തു.
അപ്പൊ വളരെ താമസിക്കാതെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആരോടും മറ്റു കൂടുതൽ അന്വേഷണങ്ങളൊന്നും നടത്താതെ തന്നെ അടിയന്തരമായി ഈ ലയൺസ് ക്ലബിന്റെ ഈ 2 ഭാരവാഹികളും അതിന് ബന്ധപ്പെടുകയും ബന്ധപ്പെട്ട വാർഡ് മെമ്പറെയും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എന്നെയും വിളിക്കുകയും ആ വീട്ടിൽ നേരിട്ട് പോവുകയും അവരുടെ അവസ്ഥ ഉൾപ്പെടെ കാണുകയും അവരുടെ അവസ്ഥ ഇവിടെ രവീന്ദ്രനെ പറഞ്ഞതുപോലെ വളരെ വിഷമകരമായ ഒരു അവസ്ഥയായിരുന്നു. ആ മഴയത്ത് ആ വീടിന്റെ മേൽക്കൂര ഭിത്തി ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുകയും 2 പെൺകുഞ്ഞുങ്ങളാണ്. നമുക്കറിയാമല്ലോ, അടച്ചുറപ്പില്ലാത്ത വീട്ടില് ഈ പെൺകുഞ്ഞുങ്ങളെ താമസിപ്പിക്കുക എന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ രാമേന്ദ്രനൊക്കെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. നമുക്കറിയാം ബുദ്ധിമുട്ടിലായിരുന്നു അവരുടെ ജീവിതം. അവിടെ നമ്മുടെ മീഡിയ തന്നെയാണ് അത് കണ്ടെത്തുകയും അവർ ലയൺസ് ക്ലബുമായി ബന്ധപ്പെടുകയും ചെയ്തു. അതിന്റെ പേരിൽ ഞങ്ങളുടെ ലയൺസ് ക്ലബിലുള്ള 2 വ്യക്തികൾ, ഒന്ന് ലയൺസ് നികേഷൻ സാർ, രണ്ടാമത് ഞങ്ങളുടെ കോൺട്രാക്ടർ കൂടിയായ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഇപ്പം നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ER നായർ, ഇവരുടെ എല്ലാം സാമ്പത്തിക സഹായത്തോടുകൂടി ആ വീട് പുനരുദ്ധാരണം ചെയ്യാൻ കഴിഞ്ഞു. ഒരു ഓണ സമ്മാനം നൽകും. ഒപ്പം ഓണം ആഘോഷിക്കാനുള്ള ഒരു ചെറിയ സമ്മാനം. ഇനി നൽകുന്നത് പറയുവാനുള്ളത്, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രതിഫലം നിങ്ങളുടെ പരീക്ഷകളിലെ മികച്ച വിജയവും ഉന്നതിയിലേക്കുള്ള നിങ്ങളുടെ പ്രയാണവുമാണ്. ഒരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പഠന കാര്യത്തിലുണ്ടാക്കാതെ ഒപ്പം നിൽക്കാൻ ഈ സമൂഹമുണ്ട്. നിങ്ങൾ മിടുക്കരായി പഠിച്ചോളൂ, നന്നായി ജീവിച്ചോളൂ. എല്ലാ ആശംസകളും. ഒത്തിരി സന്തോഷമുണ്ട് ചടയമംഗലം ജനായ ലയൺസ് ക്ലബിന്റെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കപ്പെടാൻ ആഗ്രഹം നേടിയത്. കാരണം ഒരു വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും മിനിമം അവരുടെ ഒരു ബേസിക് നീഡായിട്ടാണ് കരുതപ്പെടുന്നത്. അത് നൽകുന്നത് എനിക്ക് തോന്നുന്നു ഭൂമിയിലെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തികളിൽ ഒന്നാണ്. അത് ചെയ്യാൻ കാണിച്ച മനസ്സിന് അങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയ ജഗദീശ്വരനുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ ഒരു കാരുണ്യ പ്രവൃത്തിയിൽ ചുക്കാൻ പിടിച്ചവരെയെല്ലാം ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കും. നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. എത്ര കൈവരിച്ചാലും അല്ലെങ്കിൽ എത്ര ആഹ്ലാദിച്ചാലും ഈ 2 പേരുടെയും പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകപരമാക്കാം. അതുകൂടാതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മീഡിയ എടുത്തു പറയുന്നത്, ഈ വർത്തമാനകാലത്ത് നമ്മൾ മീഡിയയിൽ വരുന്ന മുഖ്യധാര മീഡിയയിൽ വരുന്ന ഒരു കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ അതിൽ വരുന്നത്. അവരവർക്കുള്ള അജണ്ട അനുസരിച്ച് അവരുടെ അതിൽ ഒരു വാർത്തയാക്കുകയും കൂടാതെ അവരവർക്ക് ഇഷ്ടമായ രീതിയിൽ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്വന്തം വാസസ്ഥാനം. സ്വാഭാവികമായും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിനാണ് അടച്ചുറപ്പുള്ള ഒരു ഭവനം. സ്വാഭാവികമായും ചടയമംഗലം ലയൺസ് ക്ലബ്ബ് ഇത്തരത്തിലുള്ള ആ സംരംഭം ഏറ്റെടുക്കുകയും ഏറ്റവും അർഹതയുള്ള കുടുംബത്തിൽ തന്നെ ആ ആനുകൂല്യം എത്തിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം. എനിക്ക് വീട്ടിൽ പോകണം. പക്ഷെ വീടെന്നുള്ളതൊരു ആ ഒരു അന്തരീക്ഷം, അവർ താമസിക്കുന്ന അന്തരീക്ഷം കേട്ടപ്പോൾ ആ വീട്ടിൽ പോയ വീണ്ടും ഭീകരതയുടെ ഉള്ളിലോട്ടാണല്ലോ കടലേറി ചെല്ലുന്നൊരവസ്ഥ. അത് യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിന് ലയൺസ് ക്ലബ് പ്രവർത്തകർ, സാക്ഷി TV, ബാക്കിയുള്ള സന്നദ്ധ സംഘടനകളും ചേർന്ന്
അവർക്ക് താമസയോഗ്യമായ ഒരു വാസസ്ഥലം ഉണ്ടായിരിക്കുകയും എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാകില്ല. അത്രത്തോളം ശരിക്കും പറഞ്ഞാൽ എവിടെയാണോ ലയൺസ് ക്ലബിന്റെ വാക്യങ്ങൾ അത് തന്നെയാണ്. എവിടെയാണ് ഒരു ആവശ്യം ഉണ്ടാവുമോ അവിടെ ഒരു ലയൺസ് ഉണ്ടാവുമെന്നുള്ളത്. അത് യാഥാർത്ഥ്യമാക്കിയ നമ്മുടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ ലയൺ ഉണ്ണീഷൻ സാറിനും പ്രിയ സുഹൃത്ത് ജിആർ നായർക്കും എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകില്ല. എല്ലാ നിരക്കും നമുക്കതിനകത്ത് കളറുകൾ ഒന്നും തന്നെ കാണിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നു. ആ കൂട്ടത്തിൽ ഇപ്പം നമ്മളിവിടെ കാണിച്ചതുപോലെ ഇവിടെ ഒരു രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് ഒരു കയറി കിടക്കാനൊരു വീട്, അത് ഒരു നല്ല ഒരു പരുവത്തിലേക്ക് എത്തിച്ചു കൊടുത്ത നമ്മുടെ 2 മെമ്പേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതും ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ്. അതുപോലെ തന്നെയുള്ള 3 മാസം 3.5 മാസം കൊണ്ട് വലിയ മഴയുള്ള ദിവസമാണ് ഈ കുറേ താമസിക്കാൻ പറ്റാതായി. എൻ്റെ നാട്ടിൽ തന്നെ തൊട്ടടുത്തുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ രാവിലെ ചിലപ്പോൾ വളരെ വലുതാവുള്ള അവസ്ഥ. ഞാൻ അപ്പോൾ തന്നെ വിദ്യാഭ്യാസമായി എടുക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങൾ എടുക്കാനുള്ള പഞ്ചായത്തിലേക്ക് വിളിച്ച് പറയും. അവരെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യും. അതോടൊപ്പം തന്നെ ആ ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ അവസ്ഥ സ്വന്തമായും ആ വീട് പുനരുദ്ധരിക്കാനുള്ള സാമ്പത്തികമായ ഒരു യാതൊരു ശേഷിയില്ലാത്തവർക്ക് അറിയാവുന്നതാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കൂടിയായിട്ടുള്ള സാക്ഷി ഗോവനെ ജീവിക്കുന്നതാണ്. കാരണം ഞങ്ങളെ ഒന്നിച്ച് പഠിച്ചതാണ്. കുട്ടിനാൾ മുതലേ വലിയ സുഹൃത്തുക്കളാണ്. അപ്പോൾ അതിനൊരു വിഷയമുണ്ട്, നീ ഒന്ന് വരണം, ഇതൊക്കെ വാർത്തയാക്കി നിങ്ങൾ ചാനൽ കൊടുക്കണം. അപ്പോൾ എന്ത് ചോദിച്ചാൽ എപ്പോഴാണ് സൗകര്യം? ഞാൻ പറഞ്ഞു എത്ര സൗകര്യം തുറക്കണം, എനിക്ക് എപ്പോഴാണ് സൗകര്യം പറയാം. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ 1 മണിക്കൂർ എത്തിക്കോളാം. അപ്പോൾ ഞാൻ തന്നെ അയാളുടെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഈ വീടുകൊണ്ട് കാണിച്ചു. വീടുകൊണ്ട് കാണിച്ചപ്പോൾ അതിൻ്റെ ലൈവ് ഫോട്ടോ എല്ലാം എടുത്തപ്പോൾ തന്നെ സാധനങ്ങൾ സ്വീകരിച്ചു. അത് കണ്ടിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉണ്ണിസായി തന്നെ സുഹൃത്തുക്കൂടെയായിരുന്ന രാമചന്ദ്രൻ സാറിന് ഈ വിഷയങ്ങൾ അവരെ ശ്രദ്ധയിൽപ്പെടുകയും അവരപ്പോൾ തന്നെ എന്നെ വിളിക്കുകയും നമ്മൾ ഇങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ ഈ വിഷയമുണ്ട്, നമുക്ക് എപ്പോഴാണ് വീട് പോയി കാണാൻ കഴിയും, നിങ്ങൾ സൗകര്യം പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ദിവസം ഈ വൈകിട്ടാണ് കഴിയുന്നത്. ദിവസം ഞാൻ നാളെ രാവിലെ ഒരു 9-10 മണിയോടുകൂടി നമുക്കവിടെ പോയി കാണാം. അപ്പോൾ ഞാൻ തലയെ തിരിക്കാൻ നിങ്ങളവിടെ വന്നാൽ മതി എന്ന് പറയും. ഇവിടെ കൊണ്ടുവന്ന് ആരെ ആർക്കല്ലേ എവിടെ ആയിരുന്നു?